ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു MLT അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെഡ് സെൽ ഇൻഡിസസ് ആണ്, അല്ലെങ്കിൽ ഹെമറ്റോളജിക്കൽ ഇൻഡിസസ് വിച്ച് ആർ ഓൾസോ കോൾഡ് ആസ് വിൻഡ്രോപ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ വാട്ട് ആർ ദീസ് റെഡ് സെൽ ഇൻഡിസസ്? നമുക്കറിയാം, നമ്മൾ നോർമലി ഒരു ബ്ലഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പാരാമീറ്റേഴ്സാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് RBC കൗണ്ട്, ഒന്ന് PCV, ഒന്ന് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. പക്ഷേ ഒരു സെല്ലിൻ്റെ ആവറേജ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ അറിയാൻ, ഫോർ എക്സാമ്പിൾ ഏകദേശം ആ സെല്ലിൻ്റെ വോളിയം എത്രയാണ്, ഏകദേശം അതിനകത്ത് എത്ര ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഉണ്ട്, എത്രയാണ് അതിൻ്റെ ഏകദേശം ഓവറോൾ സൈസ്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അറിയണമെങ്കിൽ നമുക്ക് ഈ 3 ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ്, അതായത് RBC കൗണ്ടും ഹീമോഗ്ലോബിനും അതേപോലെ ഹെമറ്റോക്രിറ്റും യൂസ് ചെയ്തിട്ട് പല കാൽക്കുലേഷൻസ് ഡിറൈവ് ചെയ്ത് എത്തിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന നമുക്ക് ഈ ഇത്തരം ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്. ആൻഡ് ദാറ്റ് വാല്യൂസ് ആർ കോൾഡ് ആസ് ഹെമറ്റോളജിക്കൽ ഇൻഡിസസ് ഓർ റെഡ് സെൽ ഇൻഡിസസ് ഓർ വിൻഡ്രോപ്സ് കോൺസ്റ്റൻറ്റ്. സോ എന്തൊക്കെയാണ് ആ വാല്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് MCV. MCV എന്ന് പറയുന്നത് മീൻ സെൽ വോളിയം ആണ്. സോ മീൻ സെൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് വോളിയം ഓഫ് എ റെഡ് സെൽ. ഒരു റെഡ് സെല്ലിൻ്റെ ആവറേജ് വോളിയത്തിനെയാണ് മീൻ സെൽ വോളിയം എന്ന് പറയുന്നത്. സോ മീൻ സെൽ വോളിയം ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ഫെംറ്റോലിറ്റേഴ്സ്. അപ്പോൾ ഒരു ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 ലിറ്റേഴ്സ് ആണ്. ആൻഡ് ദിസ് നോർമൽ വാല്യൂ, അതായത് ഈ ഒരു മീൻ സെൽ വോളിയത്തിൻ്റെ RBCയുടെ ആവറേജ് വോളിയത്തിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 96 ഫെംറ്റോലിറ്റേഴ്സ് ആണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇതിനുള്ള ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് വൺ, 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് PCV പെർ ലിറ്റർ ഓഫ് ബ്ലഡ് ഡിവൈഡഡ് ബൈ RBC കൗണ്ട് പെർ ലിറ്റർ ഓഫ് ബ്ലഡ്. സോ നമുക്കറിയാം, ഒരിക്കലും നമ്മൾ PCV ലിറ്റർ ഓഫ് ബ്ലഡിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. സോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് MCV ഈസ് ഈക്വൽ ടു ഹെമറ്റോക്രിറ്റ് ഇൻ പെർസെൻറ്റേജിലാണ് നമ്മളെപ്പോഴും ഹെമറ്റോക്രിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. RBC കൗണ്ട് ആണെങ്കിൽ മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻസ് ഡിറൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ MCV ഈസ് ഈക്വൽ ടു ഹെമറ്റോക്രിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻ മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബ്. ഇതാണ് MCVയുടെ ഇക്വേഷൻ. സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെമറ്റോക്രിറ്റ് 42% ആണെന്നിരിക്കട്ടെ, RBC കൗണ്ട് 5.7 മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണെന്നിരിക്കട്ടെ. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് MCV? MCV ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5.7. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 74 ഫെംറ്റോലിറ്റേഴ്സ് കിട്ടും. ആൻഡ് ഓൾറെഡി ഐ ഹാവ് സെഡ് ദാറ്റ് ദ നോർമൽ വാല്യൂ ഈസ് 80 to 96 ഫെംറ്റോലിറ്റേഴ്സ്. സോ ഈ ഒരു കേസിൽ MCV കുറച്ച് കുറവാണ്. സോ MCV കുറയുന്ന കണ്ടീഷനും കൂടുന്ന കണ്ടീഷനും വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. മീൻ സെൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ആവറേജ് വോളിയം ഓഫ് എ സെൽ. സോ ആവറേജ് വോളിയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ MCV കുറയുന്ന കണ്ടീഷൻസ് ആണ് സെൽ വോളിയം കുറയുന്ന കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ മൈക്രോസൈറ്റിക് അനീമിയാസ്, ഓക്കെ, അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലുള്ള അനീമിയാസിലൊക്കെ MCV കുറച്ച് കുറവായിരിക്കും. അതേസമയം മാക്രോസിറ്റിക് ആയിട്ടുള്ള RBCs ഉണ്ട്, അതായത് RBCസിൻ്റെ സൈസും നോർമലിനേക്കാളും കൂടുന്ന കണ്ടീഷൻസ്. അങ്ങനെ വരുന്ന സമയത്ത് MCV കൂടുതലുമായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മീൻ സെൽ ഹീമോഗ്ലോബിൻ ആണ്, അതായത് ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ റെഡ് സെൽ. റെഡ് സെല്ലിനകത്തുള്ള ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ, അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 27 to 32 പൈക്കോഗ്രാംസ് ആണ്. സോ ഓരോരോ റെഡ് സെൽ ഇൻഡിസസും ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പലതും പല യൂണിറ്റ് ആണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ 1 പൈക്കോഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഗ്രാം ആണ്. സോ ഇതിൽ ഈ ഒരു ഇക്വേഷൻ, അതായത് MCH-നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് വൺ, 2 ഇക്വേഷൻസ് ഉണ്ട് ഇതിനും. ഇതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ പെർ ലിറ്റർ ഓഫ് ബ്ലഡ് ഡിവൈഡഡ് ബൈ RBC പെർ ലിറ്റർ ഓഫ് ബ്ലഡ്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹീമോഗ്ലോബിൻ ഗ്രാം പെർ ഡെസിലിറ്ററിലാണ്, RBC മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബിലാണ്. അങ്ങനെയാണെങ്കിൽ MCH ഇസ് ഈക്വൽ ടു ഹീമോഗ്ലോബിൻ ഇൻ ഗ്രാം പെർ ഡെസിലിറ്റർ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻ മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബ്. നെക്സ്റ്റ് വൺ ഇസ് മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയം ഓഫ് പാക്ഡ് റെഡ് സെൽസിൽ എത്ര ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഉണ്ട് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അതിനെയാണ് നമ്മൾ മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഇൻ പെർസെൻറ്റേജ് പെർ യൂണിറ്റ് വോളിയം ഓഫ് പാക്ഡ് റെഡ് സെൽ. ആൻഡ് അതിൻ്റെ നോർമൽ വാല്യൂ ഇസ് 32 to 38%. സോ how will you calculate MCHC? MCHC is equal to MCH divided by MCV into 100. So MCHും MCV എന്ന് പറയുന്ന 2 വാല്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് MCHC ഫ്രം ദാറ്റ്. സപ്പോസ് ആ ക്വസ്റ്റ്യനിൽ അങ്ങനെയില്ല, ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും തന്നിട്ടാണ് MCHC കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനും വേറൊരു ഇക്വേഷൻ ഉണ്ട്. MCHC ഈക്വൽ ടു
hemoglobin in gram per deciliter into 100 divided by hematocrit. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 15 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറയുമ്പോൾ ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ml ആണ്. സോ 100 ml ബ്ലഡിൽ എത്ര ഗ്രാം ഉണ്ട്, അതിനെയാണ് നമ്മൾ ഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ 15 ഗ്രാം ആണ് പെർ 100 ml എന്നിരിക്കട്ടെ. അതേപോലെ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് 45% ആണെന്നിരിക്കട്ടെ. ഹൗ വിൽ യു കാൽക്കുലേറ്റ് MCHC? ജസ്റ്റ് മൾട്ടിപ്ലൈ 15 into 100 divided by 45. Okay, so you will get MCHC as 33.3%. Okay, now coming on to mean cell diameter. മീൻ സെൽ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് സെല്ലിൻ്റെ ആവറേജ് ഡയമീറ്ററിനെയാണ് മീൻ സെൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഒരു റെഡ് സെല്ലിൻ്റെ ആവറേജ് ഡയമീറ്റർ കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് റെഡ് സെല്ലിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഹെയ്ഡൻ ഹോസർ ഹാലോമീറ്റർ എന്ന് പറയുന്നത്. ഹെയ്ഡൻ ഹോസർ ഹാലോമീറ്റർ, പ്ലീസ് നോട്ട് ദ നെയിം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കാലിബ്രേറ്റർ മൈക്രോമീറ്റർ ഡിസ്ക്. വി നോ ദാറ്റ് മൈക്രോമെട്രി എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ സൈസിനൊക്കെ കാൽക്കുലേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ മൈക്രോമീറ്റർ ഡിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ സെൽ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു ബ്ലഡ് ഫിലിമിൽ 200 മുതൽ 500 വരെ, അത് എത്രയെന്നിരിക്കട്ടെ, 200 മുതൽ 500 വരെ, അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ, അത്രയും നമ്പർ ഓഫ് RBCസിൻ്റെ ഡയമീറ്റർ നമ്മൾ ഈ മൈക്രോമീറ്റർ ഡിസ്ക് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് ഈ മെഷർ ചെയ്ത ഡയമീറ്റർ എല്ലാം കൂടി നമ്മൾ കൂട്ടിയതിന് ശേഷം എത്ര സെൽസ് ആണോ നമ്മൾ മെഷർ ചെയ്തത് അതിൻ്റെ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് സം ഓഫ് ദ ഡയമീറ്റർ ഓഫ് 200 to 500 സെൽസ് ഇൻ ദ ബ്ലഡ് ഫിലിം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് മെഷർഡ് ആൻഡ് ദാറ്റ് ഗിവ്സ് യു ദ മീൻ സെൽ ഡയമീറ്റർ. സോ ഇങ്ങനെ കിട്ടുന്ന ഈ വാല്യൂസ് എല്ലാം, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു 250 RBCസിൻ്റെ ഡയമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മെഷർ ചെയ്തതെന്നിരിക്കട്ടെ. അങ്ങനെ കിട്ടുന്ന എല്ലാ പോയിന്റ്സിനെയും കൂടെ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ കർവ് ആൻഡ് ദാറ്റ് കർവ് ഇസ് കോൾഡ് ആസ് ദ പ്രൈസ് ജോൺസ് കർവ്. ഓക്കെ, പ്രൈസ് ജോൺസ് കർവ്, ദാറ്റ് നെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മീൻ സെൽ ഡയമീറ്ററിൻ്റെ ആവറേജ് വാല്യൂ എന്ന് അല്ലെങ്കിൽ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 7.2 to 7.5 micrometers. Now coming on to the color index. Color index എന്ന് പറഞ്ഞാൽ it is the average amount of hemoglobin in the red blood cell in comparison to normal. So നോർമലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എത്ര ഹീമോഗ്ലോബിൻ ആണ് ഒരു RBCസിനകത്ത് ഉണ്ടാവുക. സോ കളർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഈക്വൽ ടു ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ഓഫ് നോർമൽ ഡിവൈഡഡ് ബൈ RBC പെർസെൻറ്റേജ് ഓഫ് നോർമൽ. സോ നോർമലി ഒരു നോർമൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, നോർമൽ ഹെൽത്തി ആളുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 14.5 ഗ്രാം പെർ ഡെസിലിറ്റർ. അതിനെ നമ്മൾ 100% ആക്കി എടുക്കുന്നു. അതേപോലെ RBCs എന്ന് പറയുന്നത് 5 million cells per microliter. That is taken as 100%. So just divide 14.5 divided by 5 million cells. ഏകദേശം അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ആണ് 0.85 1.15 ഇടയിലുള്ളൊരു വാല്യൂ. സോ ദാറ്റ് is the normal value. So normal value is 0.85 to 1.15. So color index calculate ചെയ്യുന്നത് hemoglobin percentage of normal divided by RBC percentage of normal. So this is all about the red cell indices. ഇതല്ലാതെ നമുക്ക് വേറൊരു റെഡ് സെല്ലിൻ്റെ മറ്റൊരു പാരാമീറ്റർ ആണ് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. ബട്ട് അത് നമ്മൾ ഓട്ടോമേറ്റഡ് അനലൈസേഴ്സിന് കിട്ടുന്ന ഒരു പാരാമീറ്റർ ആയതുകൊണ്ട് ഓട്ടോമേഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. താങ്ക് യു.